ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഡോക്ടർമാരുടെ ജോലിയും കുറയും, നിങ്ങൾ രോഗികളുടെ ചിലവും കുറയും. എന്താണ് കഴിക്കേണ്ടത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല ഡയറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ ഡയറ്റാണ്. വീട്ടിൽ തന്നെ കിട്ടാവുന്ന 5 കമ്പോണൻസ് ചേരുന്നതാണ് മെഡിറ്ററേനിയൻ ഡയറ്റ്. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, അതായത് ലോ കാർബ് ഹൈ ക്വാളിറ്റി ലീൻ പ്രോട്ടീൻ. അതെന്താ? മീൻ കഴിക്കുക, ചിക്കൻ കഴിക്കുക, എത്ര കഴിക്കാവോ അത്രയും കഴിക്കുക. പക്ഷേ അതിൻ്റെ പ്രിപ്പറേഷൻ വളരെ ശ്രദ്ധിച്ചു വേണം. ഒരുപാട് മസാല, ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്ത് ഒരിക്കലും ഉണ്ടാക്കാതിരിക്കുക. കറി വെച്ചോ കഴിക്കാം, പക്ഷേ ഒരു മോഡറേഷനിൽ കഴിക്കുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ പോൾട്രിയും ഡയറിയുമാണ്. മുട്ട നിങ്ങൾക്ക് കഴിക്കാം, മുട്ട ആർക്ക് വേണമെങ്കിൽ കഴിക്കാം. ഐ റിപ്പീറ്റ്, മുട്ട ഏത് അസുഖമുള്ളവർക്കും കഴിക്കാം. പക്ഷേ ഓരോരുത്തർക്കും അതിൻ്റെ ഏതൊക്കെ പാർട്ട് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഐഡിയലി നോർമലായ ഒരാൾക്ക് അല്ലെങ്കിൽ ചെറിയ ഷുഗറോ പ്രഷറോ ഉള്ള ആളാണെങ്കിൽ പോലും 1 മുതൽ 2 മുട്ട, ഹോൾ മുട്ട എല്ലാ ദിവസവും കഴിക്കാൻ ഒരു കുഴപ്പവും ഇല്ല. പിന്നെ പാലിൻ്റെ കാര്യത്തിൽ പാലിനൊരു മിതത്വം പാലിക്കുക. ഒരുപാട് പാൽ ചായ, പാൽ കാപ്പി അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഹോൾ ഗ്രെയിൻസ് കഴിക്കുക. അതായത് നിങ്ങൾക്ക് ചോറ് കഴിക്കാം, ഗോതമ്പ് കഴിക്കാം, പക്ഷേ മൈദ കഴിക്കരുത്, കോൺഫ്ലോർ കഴിക്കരുത്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഗ്രെയിനായിട്ട് കഴിക്കാം, പക്ഷേ ആ ഗ്രെയിനിൽ നിന്ന് പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനവും കഴിക്കാതിരിക്കുക. ബ്രെഡ് കുറയ്ക്കുക, എന്നിട്ട് ചപ്പാത്തി കഴിക്കുക. അടുത്തതെന്ന് പറയുന്നത് ഫൈബറാണ്. ഇത് എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മുടെ ഫുഡിൽ എപ്പോഴും ഹൈ ഫൈബർ കണ്ടന്റ് ഉണ്ടായിരിക്കണം. നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ വയറ്റിനകത്തുള്ള ഗട്ട് മൈക്രോബയോമിന് വേണ്ടിയാണ്. നമ്മുടെ ഗട്ട് മൈക്രോബയോമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ 30% കൺട്രോൾ ചെയ്യുന്നു. സോ വയറ്റിൻ്റെ നല്ല ബാക്ടീരിയയ്ക്ക് വേണ്ടി ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. എന്തൊക്കെ ഹൈ ഫൈബർ ഫുഡ്? ഫ്രൂട്ട്സ്. എത്ര ഫ്രൂട്ട്സ് കഴിക്കാമോ അത്രയും നല്ലതാണ്. ഫ്രൂട്ട്സിൻ്റെ ക്വാളിറ്റി മാത്രം അഷ്യൂർ ചെയ്യുക. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഒരിക്കലും ഷേക്കായിട്ടോ ജ്യൂസായിട്ടോ കഴിക്കാതിരിക്കുക. ഫൈബർ കണ്ടൻറ്റ് കുറയും. അതുകൊണ്ട് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട്, കട്ട് പീസസ് ആയിട്ട് കഴിക്കാൻ നോക്കുക. അടുത്തതെന്ന് പറയുന്നത് ഫാറ്റാണ്. ഫാറ്റ് അഥവാ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നൊരു സാധനമല്ല. എന്ത് ഫാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. എപ്പോഴും ദയവ് ചെയ്ത് ട്രാൻസ് ഫാറ്റ് ഒഴിവാക്കുക. ട്രാൻസ് ഫാറ്റ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ഇപ്പം ഉഴുന്നുവട, പരിപ്പുവട, അങ്ങനത്തെ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും നല്ലതാണ്. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, അല്ലെങ്കിൽ നട്ട്സ്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നല്ല മീൻ കഴിക്കുക. അതിനകത്ത് നമുക്ക് MEFAയും PFAയും കിട്ടുക. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു സാധനമാണ്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് സ്നാക്കായിട്ട്, ഹെൽത്തി സ്നാക്കായിട്ട് കഴിക്കാം. അത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് കുറച്ചധികം പൈസയുള്ള ആൾക്കാരാണെങ്കിൽ നട്ട്സ് കഴിക്കുക. ഏത് നട്ട് വേണമെങ്കിലും കഴിക്കാം, പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് ഒരിക്കലും കഴിക്കരുത്. പിന്നെ കുറച്ച് ബഡ്ജറ്റിലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സ് തന്നെ സ്നാക്സ് ആയിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഓട്സ് ഒരു നല്ല ഓപ്ഷനാണ്. 100 കണക്കിന് പ്രിപ്പറേഷൻ ഉണ്ട് ഓട്സിന്. സോ ഓട്സ് കഴിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ചോളം, ഞാൻ പറയുന്ന കോൺഫ്ലോർ അല്ല, ചോളം കിട്ടും. ചോളം പല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് അത് സ്നാക്സ് ആയിട്ട് കഴിക്കാം. സോ ഈ മിച്ചറും ചിപ്സും പരിപ്പോടെ ഉഴുന്നുവട സമൂസയും തന്നെ നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കണമെന്നില്ല. ഇങ്ങനത്തെ ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സും ഉണ്ട്.